ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ യുഗത്തിൽ വിജയിക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസമുള്ള ഭാവിക്ക് തയ്യാറായ കുട്ടികളെ വളർത്തുന്നതിനുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാരൻസിനെ സഹായിക്കുന്ന ഒരു സൗജന്യ കോഴ്സാണ്. ഈ കോഴ്സ് സംഘടിപ്പിക്കുന്നത് വിൻഡോ എജുവാണ്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ശാക്തീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഡിജിറ്റൽ യുഗമാണ്, നമുക്കറിയാം. കൊറോണയ്ക്ക് ശേഷം അധ്യാപകരാകട്ടെ അതുപോലെ പാരൻസ് ആകട്ടെ തങ്ങളുടെ കുട്ടികളുടെ ശീലത്തിൽ, അവരുടെ സമീപനത്തിൽ വലിയ മാറ്റം വന്നു എന്ന പരാതി എവിടെ നിന്നും കേൾക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ജനറേഷൻ സെറ്റാണ്. ജനറേഷൻ സെറ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അവരുടെ പൊതുവായ ചില ഘടകങ്ങളുണ്ട്. അവർക്കിപ്പോൾ നോക്കൂ, ടെക്നോളജി അവർ വളരെ മിടുക്കന്മാരായിരിക്കും. ഇപ്പം നമ്മളൊരു മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെക്കാൾ പെട്ടെന്ന് അതിലെ എല്ലാ ഫീച്ചേഴ്സും അവർ പഠിച്ചെടുക്കും. പക്ഷേ ഓൺലൈനായിട്ടാണ് അവരുടെ ബന്ധങ്ങൾ അധികവും. അതുകൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ പലപ്പോഴും ഇവർക്ക് ഒരു ചുറ്റുപാടുകളുമായി ബന്ധപ്പെടാൻ ഇവരുടെ വളരെ കുറവായിരിക്കും. അധിക നേരവും ഇവർ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലായിരിക്കും, മൊബൈലിലോ മറ്റു കാര്യങ്ങളിലോ ആയിരിക്കും. പലപ്പോഴും സുഹൃത്ത് വലയങ്ങൾ അധികവും അവരുടെ കാഴ്ചകളും അവർ ചെലവഴിക്കുന്ന സമയവും ഡിജിറ്റൽ ലോകത്തായിരിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയാണ് പാരൻറ്റിങ് മാറേണ്ടത്? മാതാപിതാക്കൾക്ക് തുടർച്ചയായി പിന്തുണ നൽകാൻ രൂപകൽപ്പന ചെയ്ത കോഴ്സാണിത്. ഓരോ മാസവും 2 ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കോഴ്സുകളും ക്ലാസ്സുകളും ഒക്കെ തന്നെ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ തന്നെ വിൻഡോ എജു ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും, ചർച്ചകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ ലൈവ് ക്ലാസ്സുകൾ കൂടാതെ പ്രായോഗിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. 2 ലൈവ് ക്ലാസ്സുകൾക്കിടയിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വെറുതെ കുറച്ച് ക്ലാസ്സുകൾ നൽകലല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം. ദൈനംദിന പരിശീലനം ഉണ്ടായിരിക്കും, പിന്തുണയ്ക്കുള്ള ആക്സസ് ഉണ്ടായിരിക്കും. ഇതിനുവേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാം, അവിടെ വിജയങ്ങൾ പങ്കിടുക. താല്പര്യമുള്ള രക്ഷിതാക്കളുമായി നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. എന്തെല്ലാമാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ കവർ ചെയ്യുന്നത്? ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക, സമയം നിയന്ത്രിക്കുകയും ചെയ്യുക. അതായത് നിങ്ങൾക്കറിയാം, പഴയ കാലമല്ല, പുതിയ കാലത്ത് കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ അതിനനുസൃതമായ ലക്ഷ്യങ്ങൾ അവരോടുകൂടി ചർച്ച ചെയ്ത് എങ്ങനെയാണ് സജ്ജമാക്കുക. അങ്ങനെ ലക്ഷ്യങ്ങൾ സജ്ജമാക്കി അവരോടുകൂടി, അവരുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നതെങ്കിൽ, നമ്മുടെ സഹായത്തോടു കൂടി നടക്കുന്നതെങ്കിൽ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും ചെയ്യും. ഇപ്പോൾ നോക്കൂ, ടൂറിന് പോകുന്ന കുട്ടികൾ ആരാണ് നിശ്ചയിച്ചത് അവർ ടൂറിന് പോണോ പോണ്ടയോ എന്നുള്ളതല്ല. അവിടെ നിശ്ചയിച്ചത് അവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യമാണത്. അതുകൊണ്ട് തന്നെ ടൂറിന് പോകുന്ന അന്ന് പാതിരാത്രി 12 മണിക്ക് തന്നെ അവർ ഉണർന്നിരിക്കും. അതിനുമുള്ള മുന്നേയുള്ള ഒരുപാട് മുന്നൊരുക്കങ്ങൾ അവർ നടത്തും. മാത്രമല്ല അതിനനുസരിച്ചുള്ള ടൈം മാനേജ്മെൻറ്റ് അവർ നടത്തും. അപ്പോൾ അക്കാദമിക് വിജയത്തിനും അവരുടേതായ ലക്ഷ്യങ്ങൾ അവരുൾപ്പെട്ടുകൊണ്ട് നിശ്ചയിക്കുകയും അതിനനുസരിച്ചൊരു പദ്ധതി തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റും എല്ലാം അവരെന്നെ ചെയ്യും. അപ്പോൾ സമയ മാനേജ്മെൻറ്റ്, ലക്ഷ്യക്രമീകരണ കഴിവുകൾ വികസിപ്പിക്കാൻ നിങ്ങളുടെ കുട്ടിയെ സഹായിക്കാൻ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും. എന്തെല്ലാം നടക്കണമെങ്കിലും ശക്തമായ ശീലങ്ങൾ വളർത്തിയെടുക്കണം. കാരണം നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്
ഒരു കൂട്ടം ശീലങ്ങളാണ്. ഈ ശീലങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായി ആവർത്തിക്കുന്ന പ്രവൃത്തികളാണ്, ആക്ഷൻസാണ്. ഈ ആക്ഷൻസ് ഒരു തോട്ടിൽ നിന്നാണ് വരിക. അപ്പോൾ ഇവിടെ ശക്തമായ ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാം. എങ്ങനെ വളർത്തിയെടുക്കാം? അത് നിങ്ങളുടെ കുട്ടിക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടി ശക്തമായ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ, പോസിറ്റീവ് ദിനചര്യകൾ, ആ ശീലങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ശാസ്ത്രീയ പിന്തുണയുള്ള തന്ത്രങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പുതുവർഷ ദിനത്തിൽ നമ്മൾ ഒരുപാട് ശീലങ്ങൾ തീരുമാനിക്കും. പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുക? ആ ശീലങ്ങളിൽ പലതും, നമ്മൾ തീരുമാനിച്ച പല ഹാബിറ്റ്സും ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചത് പലതും നമ്മൾ ഉപേക്ഷിക്കും, ഒന്നുപോലും നടപ്പിലാവില്ല. ഇപ്പം ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് വളരെ ക്ഷമയോടുകൂടിയ കാര്യമാണ്. കൃത്യമായ തന്ത്രങ്ങളും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുട്ടികൾക്ക് ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് ഇതിൻ്റെ ഏറ്റവും മെയിൻ കോറാണ്. ആ ആർട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വരുതിയിലേക്ക് വരുള്ളൂ. മറ്റൊന്നാണ് മാസ്റ്റർ പ്ലാൻ വികസനം. അതായത് ഒരു കുട്ടിയുടെ സമഗ്ര വികാസത്തിന് അവനെ മനസ്സിലാക്കി, അവൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അറിഞ്ഞ്, അവരുടെ അക്കാദമിക് മികവിന്, അവരുടെ വ്യക്തിഗത വളർച്ചയ്ക്ക്, ഓരോ കുട്ടിയും വിശേഷപ്പെട്ടതാണ്, ഓരോ കുട്ടിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പോൾ അവരുടെ ആ കഴിവുകൾ കൂടി കണ്ടെടുത്ത് ഒപ്പം മൂല്യാധിഷ്ഠിതമായ ഒരു വളർച്ചയ്ക്കുമായി ഓരോ കുട്ടിക്കും വ്യക്തിഗതമാക്കിയ ഒരു റോഡ് മാപ്പ് രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളെ ഈ കോഴ്സ് സഹായിക്കും. മാത്രമല്ല, ഭാവിയിലേക്ക് വേണ്ട ഒരുപാട് കഴിവുകളുണ്ട്. കാലം മാറുകയാണ്. ഇത് വിവരവിജ്ഞാനത്തിൻ്റെ കാലമാണ്. മാത്രമല്ല, വലിയൊരു മാറ്റത്തിന് അടുത്ത വർഷങ്ങൾ പാകമാവുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ലോകത്തെ ഇന്നത്തെ രീതിയിൽ നിന്ന് മാറ്റിമറിക്കും. അപ്പോൾ ആ പുതിയ ലോകത്ത് വേണ്ട പ്രധാനപ്പെട്ട ചില കഴിവുകളാണ് വിമർശനാത്മക ചിന്ത. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിന്, ചോദ്യങ്ങൾ ചോദിക്കണം കുട്ടികൾക്ക്. അത് റിബലായിട്ടല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഗുരുത്വാകർഷണ ബലമേ അറിയാത്ത ഒരു കാലമാണെന്ന് വിചാരിക്കൂ. ആർക്കും ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് അറിയില്ല. മാഷിക്കറിയില്ല, കുട്ടികൾക്കറിയില്ല, ലോകത്തിനറിയില്ല, അങ്ങനത്തെ ഒരു കാര്യമുണ്ട് തന്നെ അറിയില്ല. അപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിലൊരു സംശയം ആയിട്ട് വരികയാണ്. ആ കുട്ടി ചോദിക്കുന്നത്, ഒരു തേങ്ങ താഴത്ത് വിടുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടി എണീറ്റ് ചോദിച്ചാൽ ഒരു മോശം അധ്യാപകനാണ് എന്ന് വിചാരിക്കുക. അദ്ദേഹം ഈ കുട്ടിയോട് ചോദിക്കും, പൊട്ട, പിന്നെ തേങ്ങ താഴത്തേക്കല്ലാതെ മേലോട്ട് പോകുമോ എന്ന്. ഇത് കേട്ട് ആ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ ചിരിക്കും. ചോദ്യം ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മന്ദനായി മാറും. യഥാർത്ഥത്തിൽ അവനാണ് വിമർശനാത്മക ചിന്തയുള്ളത്. സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, അത് പഠിക്കൂ 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 എന്ന് പറയാതെ സ്വയം തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ച് പ്രചോദിതമായി മുന്നോട്ട് പോകാനുള്ള കഴിവ്. അഡാപ്റ്റബിലിറ്റി, അനുവർത്തനക്ഷമത. അപ്പം നമുക്കറിയാം, കേരളത്തിലെ കുട്ടികളെല്ലാം തന്നെ ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവർക്കൊന്നും ജോലി ജനിച്ചു വളർന്ന വീട്ടിലോ നാട്ടിലോ ആയിരിക്കില്ല, ആ സംസ്ഥാനത്ത് പോലും ആയിരിക്കില്ല. മാത്രമല്ല, സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറുന്ന സാഹചര്യങ്ങൾക്കും മാറുന്ന ദേശത്തിനും മാറുന്ന കാലത്തിനും അനുസരിച്ച് അതിനനുരൂപമായി പ്രവർത്തിക്കാനുള്ള അനുവർത്തനക്ഷമത, അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്നതിനുള്ള അവശ്യ കഴിവുകൾ അവരിൽ വളർത്തിയെടുക്കാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. ആസക്തിയും അതിരുകളും. നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ ലോകം വന്നതോടുകൂടി കുട്ടികൾ ആസക്തിയുടെ ഒരു വലിയ ലോകം അവർക്ക് തുറന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈലാകട്ടെ, നമ്മുടെ മീഡിയകളാകട്ടെ. അപ്പോൾ അവിടെയൊക്കെ ആരോഗ്യകരമായ അതിരുകൾ അവർക്ക് നിശ്ചയിക്കാനും വികസിപ്പിക്കാനും സാധിക്കണം. പലപ്പോഴും കുട്ടികൾ പല ചതിക്കുഴികളിലും വീഴും. അവിടെയൊക്കെ അവരുടെ പീർ ഗ്രൂപ്പായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് അവർക്ക് ഒരു ഓഫർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരു ഓൺലൈൻ ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കും, ഒരു മീഡിയ ആയിരിക്കും. ആ പ്രചോദനത്തെ തടയാൻ,
അവിടെയൊക്കെ വേണ്ടിടത്ത് നോ പറയാൻ അസേർട്ടീവ്നെസ് പോലെയുള്ള ക്വാളിറ്റികൾ. അതുപോലെ തന്നെ ഈ ഓൺലൈൻ വെല്ലുവിളികളിലൂടെ സമർത്ഥമായി നാവിഗേറ്റ് ചെയ്യാനും കുട്ടികളെ സഹായിക്കാൻ ഈ കോഴ്സ് സഹായിക്കും. മാത്രമല്ല സ്ക്രീൻ ടൈം, മൊബൈൽ ഉപയോഗിക്കുന്നത്, അതിൽ ഗെയിം ചെയ്യുന്നത്, മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതും ഒരുപാട് രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അവിടെയൊക്കെ കുട്ടിക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ, എങ്ങനെ അവരിൽ നല്ലൊരു സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കാം, ഇപ്പോൾ ഒരു മീഡിയ ലിറ്ററസി എങ്ങനെ ഉണ്ടാക്കാം, അവരുപയോഗിക്കുന്ന ആപ്പുകൾ എങ്ങനെയായിരിക്കണം, ടെക് ബൗണ്ടറികൾ എങ്ങനെയാണ് സജ്ജീകരിക്കൽ, ഈ ഗാഡ്ജറ്റ്, ഈ മൊബൈൽ ഗാഡ്ജറ്റ് അല്ല ഏതും ഒരു കളിപ്പാട്ടമല്ലാതെ അതിനെ ഒരു പഠന ഉപകരണമാക്കി എങ്ങനെയാണ് മാറ്റുക, ഓൺലൈൻ സുരക്ഷയും അപകട സാധ്യതകളും. ഇപ്പോൾ സൈബർ ബുള്ളിയിങ് ഉണ്ട്, അവിടെ തന്നെ വേട്ടക്കാരുണ്ട്. ഈ ഓൺലൈൻ ബന്ധങ്ങൾ തന്നെ എങ്ങനെ ആരോഗ്യകരമാക്കി മാറ്റാം, എങ്ങനെ ചതിക്കുടികളിൽ വീഴാതിരിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ സമർത്ഥമായി പുതിയ കാലത്ത് സുരക്ഷിതമായി നാവിഗേറ്റ് ചെയ്യാം. മറ്റൊന്ന് സ്ക്രീൻ അഡിക്ഷനാണ്. ആ സ്ക്രീൻ ആസക്തി, മൊബൈൽ അഡിക്ഷൻ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ നമുക്ക് സമർത്ഥമായി അതിൽ ഇടപെടൽ നടത്താം. ഏതൊരു ഘട്ടത്തിലാണ് ചിലപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷൻ പോലെ ഒന്നാണെന്ന് പറയുന്നു. പലപ്പോഴും നമ്മൾ മൊബൈൽ കുട്ടിക്ക് നിഷേധിക്കുമ്പോൾ അവൻ വളരെ പെട്ടെന്ന് ചൂടാവുകയും അവൻ്റെ ദേഷ്യം അവനെ മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ പുതിയ കാലമാണ്, എങ്ങനെ ഇടപെടാം. നിങ്ങളുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭമാണോ, അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ സഹായം തേടണോ, തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ് കേട്ട് ഈ കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ, നിങ്ങൾക്ക് സമമെന്ന് തോന്നുന്ന മറ്റ് പേരൻസിനെ കൂടി അറിയിക്കുക. ഈ ലിങ്ക് കൊടുക്കുക. ഇതിന് താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.